ഇന്നലെ ഞാൻ ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചത് വീഡിയോ ഇട്ടപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗ്ലാസ് സ്റ്റൗ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? ഗ്ലാസ് സ്റ്റൗ ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഈ ഗ്ലാസ് സ്റ്റൗ ഞാൻ വാങ്ങിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ഈ സ്റ്റീലിൻ്റെ സ്റ്റൗ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അത് നല്ല സ്റ്റൗ ആയിരുന്നു. ഞാൻ ഈ ഗ്ലാസ് സ്റ്റൗ വാങ്ങിച്ചതിന് ശേഷം അതെടുത്ത് ആക്രിക്കാരന് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്തത് ഈ സ്റ്റൗ ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഗ്ലാസ് സ്റ്റൗവിൻ്റെ പാർട്സ് വാങ്ങാൻ ഭയങ്കര പാടാണ്. ഈ പാർട്സ് ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു 6 വർഷത്തിനിടയിൽ ഞാൻ 60 തവണയെങ്കിലും ഇതിൻ്റെ ബർണർ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വെക്കുന്ന റിങ് അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി അളവിന് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ ബർണർ മാറ്റുമ്പോൾ അതിൻ്റെ ബർണർ വാങ്ങാൻ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഏകദേശം എത്തുന്ന ബർണറാണ് കിട്ടിയത്. അപ്പോൾ അതിന് പുറമേ ഇങ്ങനെ തീ ചാടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു അപകടം പറ്റി. ഗ്യാസ് അടുപ്പിൽ നിന്നൊരു അപകടം പറ്റിയത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഗ്യാസ് ലീക്കായിട്ട് പുറത്ത് ഇങ്ങനെ ഗ്യാസ് കത്തിയിട്ടുണ്ടായിരുന്നു. ട്യൂബിൻ്റെ അവിടെ ഗ്യാസ് കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ട്യൂബൊക്കെ ഞാനിപ്പോൾ വീട് മാറിയ സമയത്ത് വേറൊരെണ്ണം വാങ്ങിച്ചിട്ടതാണ്. എന്നാലും എന്തോ സംതിങ് ഉണ്ട്, അതിൻ്റെ പുറമെ എന്തോ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കളും ഒക്കെ ഈ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1000 2000 ഒക്കെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഇതിപ്പോൾ ചിലവാക്കാൻ മടിച്ചിട്ട് ഇത് വാങ്ങാതിരുന്ന് കഴിഞ്ഞ് നാളെ എന്തെങ്കിലും വിഷയം വന്നാലും നമ്മൾ തന്നെ ഇരുന്ന് കരയേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് സ്റ്റീലായതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്.